JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ലഗ്നരാശിയെക്കുറിച്ചാണ്. മിഥുന ലഗ്നത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുന ലഗ്നത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ്റെ ചിഹ്നം തന്നെ വീണാധാരിയായ വീണ കയ്യിലേന്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയും അതുപോലെ ഗത ഏന്തിക്കൊണ്ട് നിൽക്കുന്ന പുരുഷൻ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഇവർക്ക് ഒരു മടിയുമില്ല. അധ്വാനിക്കാൻ കഴിവുള്ളവരും അധ്വാനിക്കാൻ താല്പര്യമുള്ളവരുമാണ്. അതുപോലെ തന്നെ ഇവർ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും താല്പര്യമുള്ളവരുമാണ്. എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിലും സംഗീതത്തിലും നൃത്തത്തിലും ഇവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും. എല്ലാവരും അത്തരത്തിൽ വലിയ കഴിവുള്ളവരായിരിക്കണമെന്നില്ല, എങ്കിലും അവർക്ക് അതിനോടൊക്കെ ഒരിഷ്ടവും ഒരു മമതയും, അതാണ് ഇത് രണ്ടും ഒരുപോലെ തന്നെ ജീവിതത്തിൽ കൊണ്ടുപോകുന്ന ഒരു ദ്വന്ദ്വ സ്വഭാവം ഇവർക്കുണ്ട്. കഷ്ടപ്പാടിനിടയിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഇവരെ സംബന്ധിച്ചുണ്ടായാലും ഇവർക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് മാറി നിൽക്കാനും അതുപോലെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും അതില്ലെങ്കിൽ മനസ്സിനെ പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ട്. അതാണ് ഈ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കഴിവ് ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനവുമാണ്. പിന്നെ സ്ത്രീകളുമായിട്ട് ഉള്ള ഒരു അടുപ്പം പറഞ്ഞാൽ ഈ മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമുള്ള വ്യക്തികളാണ്. കാരണം ഇവരുടെ പെരുമാറ്റവും ഇവരുടെ സംഭാഷണവും ഇവരുടെ രീതികളുമൊക്കെ വളരെ ഹൃദ്യമാണ്. എന്നാൽ ഇവർ കാണാൻ വളരെ സുന്ദരനും സുന്ദരികളുമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇവർക്ക് പല കഴിവുകളുമുണ്ട്. അത് കലാപരമായ കഴിവുകൾ, വിദ്യാഭ്യാസ സംബന്ധമായ കഴിവുകൾ, അതുപോലെ പല കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അറിവും ബോധവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല. ഇവർ സ്വന്തമായി തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരതൊക്കെ കണ്ടെത്തുകയും ചെയ്യും. മിഥുനം ലഗ്നക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ, മിഥുന ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ യോഗാഭ്യാസം, കലാപരമായ കഴിവുകൾ, നൃത്തം, സംഗീതം, അതുപോലെ സാഹിത്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമോ ഒരു താല്പര്യമോ ഒരു ഇഷ്ടമോ ഒക്കെ കാണും. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ പല വിഷയങ്ങളെക്കുറിച്ചും പഠിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങളെക്കുറിച്ചും ഒരു അഭിപ്രായം പറയാനും ഇവർ ജീവിതകാലം മുഴുവനും എന്തെങ്കിലും ഏത് കാര്യമായാലും അറിയാൻ പാടില്ലാത്ത ഏത് കാര്യമായാലും അവർക്ക് അറിയണം എന്നുള്ള ഒരു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുള്ള ഒരു താല്പര്യം കൂടി മിഥുന രാശിക്കാർക്കുണ്ട്. അതുപോലെ എന്തിനേയും നേരിടാനുള്ള ഒരു മനസ്സ്. ഇപ്പം ജീവിതത്തിൽ പല കഷ്ടതകളും വരും, അതുപോലെ തന്നെ നല്ല അനുഭവങ്ങളും വരും. ഇങ്ങനെ സംഘർഷമായാലും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ മോശപ്പെട്ട ഒരനുഭവമായാലും നല്ല അനുഭവമായാലും അതെല്ലാം തന്നെ അവർക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം എത്ര ബുദ്ധിമുട്ടും എത്ര പ്രയാസവും വന്നാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് ആ ബുദ്ധിമുട്ടും അതിനെ വലുതാക്കാനും ഒന്നും അവരിഷ്ടപ്പെടുന്നില്ല. അവർ മനസ്സുകൊണ്ട് തന്നെ അതിനെയെല്ലാം ഉൾക്കൊള്ളുകയും അതെല്ലാം തന്നെ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവുള്ളവരുമാണ് ഈ മിഥുന ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനി കർക്കിടക ലഗ്നക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ച് വലിയ മെലിഞ്ഞ ശരീരമൊക്കെ ഉള്ളവരായിരിക്കും. ചിലരാണെങ്കിൽ മെലിഞ്ഞ ശരീരക്കാരാണെങ്കിലും പിന്നീട് അത് തടിച്ച ശരീരമായിട്ടൊക്കെ വരാറുണ്ട്. അതായത് ഇച്ചിരി വണ്ണവും ശരീരപുഷ്ടിയൊക്കെ ഉള്ളവരായിട്ടൊക്കെ മാറാറുണ്ട്. ഈ രണ്ട് രീതിയിലും ഈ കർക്കിടക ലഗ്നക്കാരെ കാണുന്നുണ്ട്. കർക്കിടക ലഗ്നം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശിയാണ് കർക്കിടകം. ആ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മനസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ ഒരിക്കലും സ്ഥിരതയില്ലല്ലോ. കാരണം ചന്ദ്രൻ 14 ദിവസം പ്രകാശം കൂടി വെളുത്ത വാവിലേക്കും അതുപോലെ തന്നെ വീണ്ടും കുറഞ്ഞ് കറുത്ത വാവിലേക്കും പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഒരു മാസത്തിൽ 2 പക്ഷവും, വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും എന്ന് പറയുന്ന 2 പക്ഷവും വരുന്നുണ്ട് ചന്ദ്രന്. അതുപോലെ തന്നെ പൗർണമിയും അമാവാസിയും വരുന്നുണ്ട്. അപ്പം ചന്ദ്രന് സ്ഥിരതയില്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ മനസ്സും ഒന്നിലും സ്ഥിരമായി നിൽക്കുന്ന ഒരു ശീലം ഉണ്ടാകില്ല. അപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് ഇവർക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അതെല്ലാവരെയും സംബന്ധിച്ചും സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളല്ല എന്ന് ചോദിച്ചാൽ ദീർഘവീക്ഷണത്തോടെ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുള്ള സന്തോഷമല്ല, അപ്പോഴപ്പോഴുള്ള സന്തോഷം. അതനുസരിച്ച് ഇവരുടെ സ്വഭാവവും ചിന്താഗതിയും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ
മാറിക്കൊണ്ടേയിരിക്കും, സ്ഥിരത ഉണ്ടാകത്തില്ല. അപ്പോൾ ഓരോ സമയത്തും ഇവർക്ക് ആവേശമുണ്ടാകും. അതുപോലെ തന്നെ തിരിച്ചും വരും. അതായത് പെട്ടെന്നൊരു ആവേശം തോന്നി ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സാധനത്തിനോടോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ എന്തിനോടായാലും പെട്ടെന്നൊരു ഇഷ്ടം തോന്നിയാൽ തന്നെ ആ ഇഷ്ടം പെട്ടെന്ന് മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ ഈ കർക്കിടക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് ഇവർ അത്ര വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അതുപോലെ വലിയ ധനികരുമാകാനുള്ള സാധ്യതയുമില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്നുള്ളതാണ്. അതുപോലെ അന്യരുടെ ധനവും അതുപോലെ അന്യഭവനവും ഒക്കെ ഇവർക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ധനം ഏത് രീതിയിലായാലും ഇവരുടെ കൈവശം വരും. അതുപോലെ അങ്ങനെയൊക്കെയുള്ളൊരു ഭാഗ്യവും ഒരു സാഹചര്യമൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടും ചുറ്റുപാടുമുള്ളവരുമായിട്ടും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുമായിട്ടൊക്കെ ഒരു പ്രത്യേക അടുപ്പമൊക്കെ ഇവർ ഉണ്ടാക്കും. ഈ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻ്റെ ആ ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇഷ്ടവും സന്തോഷവും അങ്ങനെ നിലനിൽക്കുന്ന അവസരത്തിൽ പോലും ഇഷ്ടക്കേടും സന്തോഷക്കേടും ഒക്കെ ഇവർ ഉണ്ടാക്കുകയും ചെയ്യും. കാരണം പെട്ടെന്ന് ഇവരുടെ സ്വഭാവത്തിന് മാറ്റം വരാം, ദേഷ്യം വരാം, അങ്ങനെയൊക്കെ വരാം. ഇവരുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്നവരോടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലായി ആരെങ്കിലും ഇവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ശാസിക്കാനോ മെനക്കെടാൻ പോകരുത്. അങ്ങനെ പോയാൽ അവർ ശത്രുക്കളാവും. അതാണ് ഇവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ജലരാശിയാണ് കർക്കിടകൻ രാശി, ജലഗ്രഹമാണ് ചന്ദ്രൻ. ഇവർക്ക് വെള്ളത്തിനോട് വലിയ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ കുളിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളത്തിൽ നീന്താനും കുളിക്കാനും വെള്ളത്തിൽ യാത്ര ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള മീൻ പിടിക്കാനും അങ്ങനെയൊക്കെയുള്ള വലിയ അത്തരം കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ജലക്രീഡയിൽ താല്പര്യം ഉള്ളവർ എന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. കൂടുതലും പേര് നല്ല തടിച്ച ശരീരത്തോടു കൂടിയവരാണ്. അതായത് ചെറുപ്പത്തിൽ മെലിഞ്ഞിരിക്കുന്നവരായാലും വണ്ണമൊന്നുമില്ലെങ്കിലും ഒരു മധ്യപ്രായത്തിലൊക്കെ എത്തുമ്പോൾ മിക്കവാറും ഉള്ളവരെല്ലാം തന്നെ നല്ല തടിച്ച ശരീരപ്രകൃതിയോട് കൂടിയവരായിട്ട് കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ടും ഇവർ ഇണങ്ങിയും പിണങ്ങി, എല്ലാ രക്ഷകർത്താക്കളും ഇണങ്ങിയും പിണങ്ങിയും അല്ലേ എന്ന് ചോദിച്ചാൽ മുമ്പേ പറഞ്ഞതുപോലെ ഇവർ പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇവർ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ട് അവരെ ശാസിക്കുകയും അവരെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കും ഇവരോട് കൂടുതലും അതൃപ്തിയും ഇഷ്ടക്കുറവും ഒക്കെ തോന്നുന്ന എന്ന് പറയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്യും. അതാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി ചിങ്ങലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. അപ്പോൾ സൂര്യൻ ആത്മപ്രഭാവമുള്ളവനാണ്. ആത്മശക്തി മനോധൈര്യം തരുന്ന ഒരു ഗ്രഹമാണ്. സൂര്യനാണ് ഈ പ്രപഞ്ചത്തെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സൗരയൂഥത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ നിലയിൽ ചിങ്ങൻ രാശിയിൽ ചിങ്ങം ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളിന് ആദിത്യൻ നല്ല അവസ്ഥയിലാണെങ്കിൽ, അതായത് ചിങ്ങമാസത്തിലോ അല്ലെങ്കിൽ മേടമാസത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും മാസത്തിൽ ജനിക്കുകയും അത് 3, 6, 11 ഭാവത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവർ വളരെയേറെ പുരോഗതിയെ പ്രാപിക്കുകയും അതുപോലെ തന്നെ സർക്കാർ രാജ്യസേവകനായി ജീവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. രാജ്യസേവകൻ എന്ന് പറയുമ്പോൾ സർക്കാർ സംബന്ധമായ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള തൊഴിലുമൊക്കെ ചെയ്ത് ജീവിക്കും. ശത്രുക്കളെ ജയിക്കുന്നവനാണ് അങ്ങനെ. കാരണം അനീതിയോടും അക്രമത്തോടും അതുപോലെ തന്നെ അധർമ്മത്തോടുമൊക്കെ ഇവർ പൊരുതാൻ മിടുക്കരാണ്. അപ്പോൾ അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർ അത്തരത്തിലുള്ള തെറ്റായ മാർഗത്തെ എതിർത്ത് തോൽപ്പിച്ച് ജയിച്ച് മുന്നേറാൻ ശേഷിയുള്ളവരും ആയിരിക്കും. പിന്നെ ആദിത്യൻ, അതായത് ചിങ്ങൻ ലഗ്നത്തിൽ ജനിച്ചാലും ആദിത്യൻ വളരെ മോശമാണ്. നീചരാശിയിലോ അല്ലെങ്കിൽ ഇഷ്ടഭാവത്തിലോ ഒന്നും അല്ലെങ്കിൽ പിതാവുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. അതുപോലെ തന്നെ പല കാര്യത്തിലും പരാജയം വരാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചിങ്ങം രാശിയുടെ ചിങ്ങം സിംഹം പോലെ എന്നാണ്. വനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചിങ്ങം. അതുപോലെ തന്നെ മാംസഭുക്കിനെ സൂചിപ്പിക്കുന്ന ഒരു സൂചന കൂടി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മാംസാഹാരത്തോട് കൂടുതൽ പ്രിയവും ഇഷ്ടവും ഒക്കെ തോന്നും. അതുപോലെ കാട്ടിലൂടെ സഞ്ചരിക്കാനും
വനത്തിലൂടെ സഞ്ചരിക്കാനും ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ പോകാനും അവിടെ താമസിക്കാനും അതുപോലെ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ വളരെ ഇഷ്ടവും ഒക്കെ ഉള്ളവരാണ്. കൂടുതലും മാംസാഹാരത്തോട്, മത്സ്യമായാലും മാംസമായാലും ഏതായാലും വെജിറ്റേറിയനേക്കാൾ കൂടുതലായിട്ട് ഇവർ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുമാണ്. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം പേരും മത്സ്യാഹാരവും മാംസാഹാരവും ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. വളരെ ചെറിയ ശതമാനം ആൾക്കാരെ കാണത്തുള്ളൂ ഈ നോൺ വെജായിട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ. പിന്നെ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ വിശപ്പും ദാഹവും ഇവർക്ക് എപ്പോഴും കൂടുതലായിരിക്കും. അതായത് സാധാരണ ഉള്ളവരിൽ നിന്ന് എപ്പോഴും വിശപ്പും ദാഹവും അധികമുള്ളവരും അതനുസരിച്ച് ഇവർക്ക് കൂടുതൽ ഭക്ഷണം വേണം എന്നുള്ള ഒരു ചിട്ടയും അത് രുചികരമായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണമായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിട്ടകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ അങ്ങനെ കഴിക്കാമെന്ന് ചിന്തിക്കുന്നവരൊന്നുമല്ല ചിങ്ങം ലഗ്നക്കാർ. അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തത് കാണുന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തിന് രുചി കുറഞ്ഞു, അല്ലെങ്കിൽ നിസ്സാര കാര്യമായാലും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും, കോപവും വരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രകൃതം കൂടി ഈ ചിങ്ങം ലഗ്നത്തിൽ ജനിക്കുന്നവർക്കുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മാതാവിനോട് വളരെയേറെ ഇഷ്ടവും പ്രിയവും ഉള്ളവരായിരിക്കും. അതായത് അമ്മ പറയുന്നതനുസരിച്ചും മാതാവിൻ്റെ ഇഷ്ടമനുസരിച്ചും ഒക്കെ പ്രവർത്തിക്കാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. അച്ഛനും അമ്മയും രണ്ടുപേരും ഉണ്ടെങ്കിലും അച്ഛനേക്കാൾ കൂടുതൽ ഇഷ്ടവും യോജിപ്പും അതുപോലെ തന്നെ അനുസരണ കൂടുതൽ വരുന്നതും മാതാവുമായിട്ടാണ്. അതാണായാലും പെണ്ണായാലും. കന്നി ലഗ്നത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവർ കൂടുതലും, കന്നിയുടെ ചിഹ്നമെന്ന് പറഞ്ഞാൽ തോണിയിൽ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീരൂപമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് കൂടുതൽ പ്രതിപത്തി ഉള്ളവരും താല്പര്യമുള്ളവരുമായിരിക്കും ഈ കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവർ. നല്ല ഏത് കാര്യത്തിലും സാമർഥ്യവും നല്ല കഴിവുമൊക്കെ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ പരദ്രവ്യം പരഭവനം എന്ന് പറഞ്ഞാൽ അന്യരുടെ ധനവും അന്യരുടെ വീടും ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീകളൊക്കെ ആണെങ്കിൽ എപ്പോഴും കൂടുതൽ സാധാരണയിൽ കൂടുതൽ ലജ്ഞയും ഉള്ളവരായിരിക്കും. നാണം എന്നൊക്കെ പറയില്ലേ, സ്ത്രീകളെ സംബന്ധിച്ച് സാധാരണയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇച്ചിരി നാണമൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ മുഖത്ത് പ്രകടമാകുന്ന വ്യക്തിത്വമുള്ളവരാണ് ഈ കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവർ. പിന്നെ ഇവർക്കെന്ന് പറയുമ്പം ബുദ്ധിയുടെ സ്ഥാനമായ അല്ലെങ്കിൽ അറിവിൻ്റെ സ്ഥാനമായ ബുധൻ്റെ രാശിയാണ് ഈ കന്നിരാശി. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല വിദ്യാഭ്യാസവും കഴിവും അതുപോലെ പഠിക്കാനുള്ള താല്പര്യവും ഒക്കെ വരും. ഇവർ ജീവിതത്തിൽ ലക്ഷ്യം കാണാൻ വേണ്ടി ഏതറ്റം വരെയും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നിവർ തിരഞ്ഞ് കണ്ടുപിടിക്കും. അതാണ് ഈ തോണിയിൽ ഒരു തീയുമായിട്ട് തീക്കൊള്ളിയുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീരൂപം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെ ചെന്നെത്തിയാൽ രക്ഷപ്പെടും എന്ന് ചിന്തിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചനയാണ്. എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടാനും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ തൊഴിലായാലും അതുപോലെ ഏത് കാര്യമായാലും എങ്ങനെ പച്ചപിടിക്കാം, എങ്ങനെ രക്ഷപ്പെടാം, ഏത് വിധത്തിൽ പോകണം എന്നൊക്കെ ഇവരെ കിഴിഞ്ഞ് ചിന്തിച്ച് പരിശ്രമിക്കുകയും പോവുകയും അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവർ. പിന്നെ നല്ല വിദ്യാഭ്യാസം, അതായത് അക്കാഡമിക്കലായിട്ട് ഇവർക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാമാന്യമായി എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരറിവും ബോധവുമൊക്കെ ഉള്ളവരായിരിക്കും. കാരണം എല്ലാവരും ഒരുപാട് ഉന്നത വിദ്യാഭ്യാസമൊന്നും ചെയ്യാൻ ശേഷിയുള്ളവരും സാഹചര്യമുള്ളവരൊന്നും ആയിരിക്കണമെന്നില്ലല്ലോ. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും സ്ത്രീകളോടായിരിക്കും താല്പര്യം. അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിലും ഇവർക്ക് സ്ത്രീകളായിരിക്കും കൂടുതലും ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങളോ ഒക്കെ നടത്തുന്നവരാണെങ്കിലും അവിടുത്തെ ജോലിക്കാരിൽ കൂടുതലും സ്ത്രീകളായിരിക്കും. അങ്ങനെ സ്ത്രീകളുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ സാത്വികനും
സുഖിമാനും ആയിരിക്കും എന്നുള്ളതാണ്. കാരണം കൂടുതലും സുഖത്തെ അവർ ആഗ്രഹിക്കുന്നു. എല്ലാവരും സുഖത്തെ ആഗ്രഹിക്കുന്നു, ഇല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും സുഖത്തെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും കുറച്ച് കൂടുതൽ സുഖ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ ബുദ്ധിപൂർവ്വം ആലോചിക്കുകയും അത്തരത്തിൽ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണിവർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.